ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ആൻഡ് മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സുബഹിസ്കാരം നല്ലോണം വൈകിട്ടാണല്ലോ, 5:30 ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വന്നിട്ട് കറിക്കൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് കറിക്കൊക്കെ വെക്കുമ്പോഴേക്ക് സമയം വൈകി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീറ്റ് വന്ന് ഫ്രഷ് ആയാൽ ആദ്യം കറിക്ക് അടുപ്പത്ത് വെക്കും കേട്ടോ. ഇപ്പോൾ അധിക ദിവസം അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ബാജിക്കറിയും അതുപോലെ തന്നെ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പത്തിന് ഞാൻ തലേ ദിവസം രാത്രി പൊടി കൊണ്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊടി കൊണ്ട് അരയ്ക്കുന്നത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി പിന്നീട് ഒരിക്കൽ ഞാൻ ഇൻഷാല്ല വേറെ വീഡിയോയിൽ അത് അരയ്ക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം തലേ ദിവസം കുറച്ചൊരു തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ പിന്നെ ഇത് അരച്ച് വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മക്കൾക്ക് കഴിക്കാനുള്ള വെള്ളപ്പവും അതുപോലെ തന്നെ ബാജിക്കറിയൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ ബാക്കി എനിക്കും അനിഫ്കാക്ക് കഴിക്കാനുള്ള അവർ പോയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അച്ചുവിന് ഞാൻ ഒരു ബോക്സിൽ ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്, വേറെ ബോക്സിൽ ആപ്പിളും വാട്ടർമെലനും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് സ്നാക്സിന് രണ്ടും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താണ്. പിന്നെ അവൾക്ക് ഇന്ന് വെള്ളപ്പവും അതുപോലെ തന്നെ ബാജിക്കറിയും തന്നെയാണ് ലഞ്ചിനും വെച്ച് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ലഞ്ച് ബോക്സിലാക്കി കിറ്റിലൊക്കെ വെച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അപ്പോഴേക്ക് ഷിനുവിനും ഒക്കെ മദ്രസയിലും പറഞ്ഞയച്ചു കേട്ടോ. അവർ രണ്ടാളും ഒരേ സമയത്ത് പോകണോണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഫിദുൻ ഇതൊക്കെ എല്ലാവരും ഒരേ സമയത്താണ് പോവുക. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അതാണ് കേട്ടോ കുട്ടികളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. അവരെ റെഡിയാക്കലും അതുപോലെ തന്നെ വീഡിയോ എടുക്കലും കൂടെ എനിക്ക് കഴിയില്ല. പിന്നെ അനീഫ്ക്കുള്ള സമയത്ത് പിന്നെയും ഒരാശ്വാസം ഉണ്ടാവും, കാരണം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പക്ഷേ അനീഫ്ക്കും കൂടെ ആ സമയത്ത് ഇവിടെ ഇല്ലെങ്കിൽ എല്ലാം കൂടെ നല്ലൊരു ധൃതിയായിരിക്കും കേട്ടോ. അവരെ ലഞ്ച് ബോക്സിലാക്കലും അച്ചുവിനെ ഷിനുവിനൊക്കെ റെഡിയാക്കി മുടി കെട്ടിക്കൊടുക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മക്കൾ പോകുന്നൊന്നും വീഡിയോയിൽ അധികം ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെ തന്നെ മക്കളൊക്കെ പോയതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നതാണ്. മക്കൾ പോയി പിന്നെ ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഞാനിന്ന് റെസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, കറണ്ട് അടുപ്പത്താണ് വെച്ചത്. അതിനുശേഷം അതുവരെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണേ. എന്നാൽ നമ്മളിങ്ങനെ കൂട്ടി വെച്ചാൽ ഇനിയിപ്പോൾ ലഞ്ചിന് തന്നെ എടുക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളാവും. അപ്പോൾ അതിന് മുമ്പ് രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ പിന്നെ കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പാത്രങ്ങളോടെ ഒന്ന് കഴുകിയെടുത്ത് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ അടിച്ചു വാരിയാണ് കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ അടുക്കള വരെ ഒന്ന് തുടയ്ക്കും കൂടെ ചെയ്യും. പിന്നെ വർക്ക് ഏരിയ മാത്രമേ എനിക്ക് ക്ലീൻ ആക്കാൻ ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വർക്ക് ഏരിയ നിന്നാണ് കറിയും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീർത്ത് വയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. എല്ലാ പണികളും കൂടെ ഒരുമിച്ചൊന്നും എടുക്കാറില്ല കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി പണികളൊക്കെ എടുക്കുക. ഇപ്പോൾ അധികം ടൈമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷമാണ് കേട്ടോ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾക്കൊന്നും ഒരുപാട് വൈകൊന്നുമില്ല കേട്ടോ. ഞാൻ അധിക ദിവസം അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ഒരുമിച്ചെടുത്താൽ നന്നായിട്ട് ക്ഷീണിക്കും. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നന്നായിട്ടാണ് ക്ഷീണം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പണികൾക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് അടുപ്പിച്ച് 2-3 ദിവസം മീനും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിക്കും. ചിക്കൻ വാങ്ങിക്കുമ്പോൾ പിന്നെ അന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഇനിയിപ്പോൾ ഏകദേശം 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദയും കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ലേ, അതേ സെയിം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്താലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഏകദേശം 3 ടീസ്പൂൺ മൈദയും അതേ അളവിൽ തന്നെ 3 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എനിക്കിതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താ ഗ്ലൗസ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. നമ്മൾ ചിക്കനൊക്കെ മസാല പുരട്ടുമ്പോൾ എന്താ ഗ്ലൗസ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. നമ്മൾ വീട്ടിലൊക്കെ ചിക്കന് മീനൊക്കെ മസാല പുരട്ടുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുമോ? ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, മുളക്
പൊടിയൊന്നും അങ്ങനെ കൈകൊണ്ട് കുഴച്ചെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കയ്യിന് എരിച്ചിലൊക്കെ എരിവൊക്കെ വരുന്നവരാണെങ്കിൽ എന്തെങ്കിലും പുകച്ചിലോ അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. പക്ഷേ നമ്മളെപ്പോഴും ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് എപ്പോഴും മുളക് പൊടി ഒക്കെ യൂസ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൈ വെച്ചിട്ട് കുഴക്കുമ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാറുമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ചിക്കൻ മസാല പറ്റിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി പോട്ടിലാട്ടോ ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതിൽ വെറും കുരുമുളക് പൊടി ഉപ്പ് മാത്രം ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ പീസാക്കിയിട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നെയ്യാണ്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ മസാല ഉണ്ടാക്കുക നെയ്യിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതേ ചിക്കനിലേക്ക് തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളിത്തണ്ടില്ലേ അതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബീൻസ് ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ബീൻസ് ഇട്ടാൽ അധികം മക്കൾ അത് എടുത്ത് മാറ്റി വെക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടില്ല. അതിപ്പോൾ അത് ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതും കൂടെ ഇട്ടതിന് ശേഷം അത് ഇനിയിപ്പോൾ ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റി കൊടുക്കണ്ട. ഇനി അതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1 കിലോ റൈസിന് ഒരു ബോക്സിലുള്ള 2 മാഗി ക്യൂബില്ലേ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് അവിടെ ആകുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലാട്ടോ അധികവും ഫ്രൈ ചെയ്തെടുക്കൽ. പിന്നെ ഞാൻ അതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ സമയം ഞാൻ ഇതിന് മുമ്പ് തന്നെ റൈസ് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 കൂടുതലായിട്ട് വേവാവണം, പക്ഷേ നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത്. എന്നിട്ട് അത് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ടപ്പോൾ എനിക്ക് ശരിക്കും മിക്സാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ റൈസ് തിളപ്പിച്ച് ഊറ്റിയ വലിയ ചെമ്പട്ടിയിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ബിരിയാണി പോട്ടിലേക്ക് തന്നെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഞാൻ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിലർ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കും, പക്ഷേ ഇത് എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ്. അങ്ങനെ ആ സമയം നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടുപ്പത്ത് നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച അതേ ഓയിലില്ലേ അതിൽ നിന്നും കുറച്ച് മാറ്റിയതിന് ശേഷം വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ. പിന്നെ ഞാനിതാ ഒരുമിച്ച് തന്നെ സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്യൂബ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത്. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി, ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് സോസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ചെയ്തെടുക്കുന്നതിന് മുമ്പ് സോസൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക, കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുക്കണം, തീ കുറച്ച് വെക്കരുത്. അപ്പോൾ ഏകദേശം ഞാനൊരു 2.5 ടീസ്പൂണൊക്കെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാനിതിന് മുമ്പേ ഇത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ കോൺഫ്ലവർ പൊടിക്ക് പകരം ഞാൻ അരിപ്പൊടിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ കോൺഫ്ലവർ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു എന്ന്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് ആദ്യം കലക്കി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഏകദേശം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുക. പിന്നെ ഏകദേശം ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച പൊടിയില്ലേ അത് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം കലക്കി വെച്ചതിൻ്റെ ഒരു 3/4 ഭാഗമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കുക. കണ്ടോ പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ ഞാൻ കുറച്ചൊരു ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാനുള്ളൂ.
ആ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ടാൽ പിന്നെ ഉപ്പൊന്നും ഇടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഒക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയം ഞാൻ മറ്റേ അടുപ്പത്ത് ആ കുക്കറിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കൽ ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ടാണ്. മുട്ട വെച്ചിട്ട് ഞാൻ അധികം ചെയ്തെടുക്കാറില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം ഓയിൽ ഒഴിക്കേണ്ട കേട്ടോ. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം മക്കൾക്ക് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മയോണൈസ്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ കേട്ടോ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാനിതാ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ ആവട്ടെ. കാരണം ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചുടുവെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ടീസ്പൂൺ പൊടി കലക്കിയിട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുമില്ല. ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് മാത്രമല്ല ഇങ്ങനെ ചില്ലി ചിക്കനൊക്കെ കഴിക്കുക. നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കൂലല്ലേ. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നെയ്യ് വെച്ചിട്ട് മസാല റെഡിയാക്കിയാൽ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ട് ഞങ്ങൾ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് നീറാടുന്നാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇനി നാളെ സ്കൂൾ മദ്രസൊക്കെ അവധിയായപ്പോൾ ഞാനും അച്ചുഷിനും നീറാടേക്ക് പോന്നിട്ടായിരുന്നു. ഫിദും ഇതൊന്നും പോന്നിട്ടില്ല. നിതുവിന് +2ൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നീറാടേക്കൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോന്നിട്ടില്ല. അപ്പം പിന്നെ ഫിദും പോന്നിട്ടില്ലേ. ഞങ്ങളെ അനീഫ്ക കൊണ്ടുവന്ന് ഇറക്കിയതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല കളിയാണ് കേട്ടോ. ആങ്ങളുടെ മക്കളെ കൂടെ അവർക്കിതാ ഇവരെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. കളിക്കാൻ ആളെ കിട്ടിയാൽ മക്കൾക്ക് നല്ല സന്തോഷമാണല്ലോ. അപ്പം പിന്നെ അവർ ഫുൾ ടൈം കളിയായിരുന്നു. ഞാൻ പിന്നെ ഇവിടുന്ന് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ മക്കളെ കളി മാത്രമായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. വ്യാഴാഴ്ച വൈകിട്ട് പോയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് തിരിച്ചു വന്നിട്ടോ. കാരണം ഷിനുവിന് മദ്രസ ഉണ്ട്, അച്ചുവിന് സ്കൂളുണ്ട് ശനിയാഴ്ച. പിന്നെ നിതുവിന് അതുപോലെ തന്നെ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഇതാ ആങ്ങളുടെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടി. ആരെ കൂടെ വണ്ടിമേലും അവൻ പൊയ്ക്കോളും, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വണ്ടിമേലൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഷിനു അകത്തുനിന്ന് ഇങ്ങനെ പാട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാൻസും കൂടെ കളിക്കുകയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണോ എന്താ അറിയില്ല. പിന്നെ അവൻ കളി നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.